അന്ന് മരിക്കുന്നത് അന്ന് വരെ 9 ദിവസം വരെയൊന്നും അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടില്ല. പക്ഷെ മരിച്ചതിൻ്റെ അന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അങ്ങനെയാണ് വെള്ളാപ്പള്ളി. അടിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി കൊടുക്കുന്ന പലരെയും അടിച്ച ഈ KL അശോകനെ വരെ അടിച്ച സംഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ, കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതേക്കുറിച്ച് അന്വേഷിക്കണം. ആ കത്ത് നൽകി ഇപ്പോൾ പിന്നെ കാര്യമായൊരു ചലനങ്ങൾ വരാതെ നിന്നു. അതെ സാർ, അങ്ങയുടെ കത്തിന് യാതൊരു ചലനവും ഉണ്ടാക്കാൻ ഈ കേരളം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രിക്കോ നട്ടലുണ്ടാവില്ല. കാരണം അത്രയേറെ മതാധിപത്യം വ്യാപിച്ചു പോയ ഒരു ഭരണ സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ മതേതര ജനാധിപത്യം നടപ്പാക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ പൊള്ളത്തരമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2020 ജൂൺ 24 മഹേശൻ ആത്മഹത്യ ചെയ്യുന്നത്. തനിക്ക് ക്രൂരമായ മർദ്ദനമേറ്റുവെന്നും അതിനുശേഷം തൻ്റെ ഡയറി പിടിച്ചു പറിച്ചുവെന്നും ഈ തട്ടിപ്പും വെട്ടിപ്പും മുഴുവൻ എൻ്റെ ഡയറിയിലുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത KK മഹേശൻ്റെ അന്വേഷണം ഈ പിണറായി വിജയൻ്റെ പോലീസ് എങ്ങും എത്തിച്ചില്ല എന്ന് മാത്രമല്ല, ആ തെളിവുകളെല്ലാം ഒളിപ്പിക്കാനും നശിപ്പിക്കാനുമാണ് ഇത്ര കാലവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവർ അത് നശിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഈ കേരള ജനത വിശ്വസിക്കുന്നത്. ഈ കേസ് മാത്രമല്ല, ഇപ്പോൾ 70 കേസുകളാണ് വിചാരണ ചെയ്യാനായിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ സതീശൻ സർക്കാരിന് യാതൊരുവിധ കുലുക്കവുമില്ല, ചലനവുമില്ല, അന്വേഷണം നടത്താനുള്ള താല്പര്യവുമില്ല. സതീശന് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കാർക്കുമില്ല. അങ്ങയെപ്പോലെ 1-2 പേര് മാത്രമാണ് ആത്മാർത്ഥമായി ഇതിനു വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യനും ഇതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ VD സതീശനോടും അത്തരം കോൺഗ്രസ്സുകാരോടും ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഭാരതത്തിലാകമാനം ഭരിച്ചിരുന്ന കാലഘട്ടം അവസാനിച്ച് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നശിപ്പിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആ ഒരു ചരിത്രം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഓരോ കോൺഗ്രസ്സുകാരനും ചിന്തിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, 1984 രാജീവ് ഗാന്ധി ശിലാന്യാസനം ചെയ്യാൻ അയോധ്യയിൽ ഒരവസരം ഈ RSS BJP ബജരംഗദൾ സംഘടനയ്ക്ക് കൊടുത്തത് 100 വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. വോട്ട് കിട്ടിയോ? ഇല്ല. മാത്രമാണോ, അന്ന് അവിടെ ശിലാന്യാസം നടത്തിയ അതിനുശേഷം ഈ LK അദ്വാനി രഥമുരുട്ടി യാത്ര നടത്തി ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞു. ഇന്നവിടെ ക്ഷേത്രം പണികൾ കഴിപ്പിച്ചു. അതിൻ്റെ പേരിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇരിക്കട്ടെ. എല്ലാ അമ്പലങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് ഭരണവർഗത്തിൻ്റെയും പൂജാരിമാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും തട്ടിപ്പിനും വെട്ടിപ്പിനും കൊള്ളയ്ക്കും വേണ്ടിയാണ്. അത് നടന്നോട്ടെ, അതിനകത്ത് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അത് ലോകം ഉണ്ടായ കാലം മുതലും മതങ്ങളുണ്ടായ കാലം മുതൽ അത് തന്നെയാണ് അതിൻ്റെ ചരിത്രം. പക്ഷേ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടു. എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം നഷ്ടപ്പെട്ടു. അവരെ തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇപ്പോഴാകെ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രം, കേരളത്തിലും കർണാടകയിലും മാത്രം അധികാരമുള്ള ഈ കോൺഗ്രസ്സുകാർ ഇവിടെ ഇനിയും ഈ മതാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി മതമുതലാളിമാരെ മതമേലധ്യക്ഷന്മാരുടെ കാല് ഉണങ്ങി ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ ഈ കേരളത്തിൻ്റെ മതേതര ജനാധിപത്യവാദികൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും. യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ ഭരണാധിപത്യം ഇവിടെ ഇനിയും ചിലവാകില്ല. ഇനി വരാൻ പോകുന്ന വോട്ടർമാരെന്ന് പറഞ്ഞത് ജൻസികളാണ്. അവർക്ക് ജാതിയും മതമൊന്നുമില്ല. അവർക്ക് തൊഴിൽ കിട്ടുന്ന, നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന, സമ്പൂർണമായ ജീവിതം കിട്ടുന്ന അവസ്ഥയാണ് അവർ ചിന്തിക്കുന്നത്. അവർക്കിവിടെ മതങ്ങളുടെ ആധിപത്യവും മതാധിപത്യവും ഒന്നും അവർക്ക് പ്രശ്നമല്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന്
വെള്ളാപ്പള്ളി നടേശനെ വിചാരണ ചെയ്യാനും കൈവിലങ്ങ് അണിയിക്കാനും ധൈര്യമില്ലെങ്കിൽ സതീശൻ ഭരിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. സതീശന് പറ്റിയ പണി എന്താണെന്നറിയാമോ? സതീശൻ ഭയാനകമായ ബുദ്ധിജീവിയാണ്. പക്ഷേ ആ യുക്തിബോധം അല്പം പോലും തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മരത്തലയണാണെന്നും കൂടി പറയേണ്ടി വരും. കാരണം അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിന് പോകുന്നതാണ് നല്ലത്. ഒരു ബൈബിൾ പ്രഘോഷണത്തിന് കവലകൾ തോറും നടന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒരു 5 വർഷക്കാലം വൈദിക പട്ടത്തിന് പഠിക്കാൻ പോയ പാമ്പ്ലാനിയെപ്പോലെ ക്രിസ്തീയ ആചാര്യരായ ഒരു വൈദിക ശ്രേഷ്ഠനായി അല്ലെങ്കിൽ ബിഷപ്പായി രൂപാന്തരം പ്രാപിക്കാം എന്നതിനപ്പുറം കേരളത്തിൽ താങ്കൾക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നല്ല ഒരു തരത്തിലും താങ്കൾക്ക് രാഷ്ട്രീയ ഭാവിയില്ല. രാഷ്ട്രീയത്തിൽ താങ്കൾ കടപുഴകേറിയപ്പെടും, യാതൊരു സംശയവുമില്ല. താങ്കൾക്ക് പറ്റിയ പണി മതങ്ങളുടെ തിണ്ണനിരങ്ങത്തില്ലാന്ന് താങ്കൾ പറഞ്ഞിട്ട് താങ്കളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദര, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷമില്ല, AD 282 73 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഈ ക്രിസ്തു മതത്തെ ഒരു മതമായി അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് ക്രിസ്തു മതം ഇവിടെ നിലനിൽക്കുന്നത്. അതിനുശേഷം നടന്ന കുരിശ് യുദ്ധങ്ങൾ എത്രയോ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു മതമാണ് ഈ ക്രിസ്തു മതം. താങ്കൾക്കറിഞ്ഞൂടെ? മാത്രമാണോ ഈ കേരളത്തിൽ നടക്കുന്ന കൊള്ളയും കൊലപാതകവും അവർ വലിച്ചു കൂട്ടുന്ന സമ്പത്തിന് കണക്കുണ്ടോ? അവർ എന്ത് ചാരിറ്റി പ്രവർത്തനമാണ്, മിഷണറി പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തുന്നത്? ഒന്നും നടത്തുന്നില്ല. പാവപ്പെട്ടവരെ സമ്പത്ത് പിടിച്ചു പറിച്ച് കോടാനുകോടികൾ സമ്പാദിച്ചു വാഴുന്ന ഈ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയാണ് താങ്കളുടെ ഭരണമെങ്കിൽ താങ്കൾ ഒരു മുഖ്യമന്ത്രിയായി ഒരു ജനാധിപത്യ മതേതരവാദി ഭരണാധികാരിയായി വാഴുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതുന്നില്ല. താങ്കൾക്ക് പറ്റിയ പണി അതാണ്, അത് ചെയ്യുക. ഈ പണിയിൽ വിജയിക്കത്തില്ല. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിവരം നോക്കട്ടെ, ബാക്കി പിന്നീട് പറയാം. ഗുഡ് ബൈ.